ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കമൻറ്റുകൾക്കുള്ള മറുപടി ആയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, പലരും നമ്മുടെ ആടുകളുടെ വീഡിയോ ആണെങ്കിലും ഏതൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഒന്നില്ലെങ്കിൽ അതിൻ്റെ വില കണ്ടിട്ട് അഭിപ്രായം പറയുന്നു. മോശം കമൻ്റ് എന്ന് വെച്ചാൽ വളരെ മോശം. ആ ഒരു ആടിനെ വിറ്റിട്ടാണെങ്കിലും ആ മൃഗങ്ങളെ വിറ്റിട്ട് അരി വാങ്ങി തിന്നുന്ന പലരുമാണ്. എന്നിട്ട് പിന്നെ അതിനെ കുറ്റം പറയുന്നത് ശരിയാണോ? അപ്പം അങ്ങനെയുള്ള കമൻറ്റുകൾക്കുള്ള മറുപടിയാണ്. അപ്പോൾ അവരുടെ പേരടക്കം എനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റുന്നതാണ്, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. പലരും കമൻ്റ് ഇടുന്ന പ്രായം കൂടുതൽ, അതല്ലെങ്കിൽ വില. ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം എന്ന് പറഞ്ഞിട്ട് ഒരു ആടിനിട്ട് കഴിഞ്ഞാൽ അത് കടിഞ്ഞൂൽ പ്രസവം അല്ല, അങ്ങനെയുള്ള കമൻറ്റുകൾ. പിന്നെ 16,000 ഗർഭിണി ആടിന് 3 മാസം ഗർഭിണിയായിട്ടുള്ളൊരു ആടിന് 16,000 രൂപ കൂടുതലാണോ? നിങ്ങൾക്ക് തന്നെ കമൻറ്റ് ചെയ്യാവുന്നതായിട്ട്. കൂടുതലാണോ? 16,000 രൂപയ്ക്ക് ഒരു 3 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു കുഞ്ഞു ആട്ടിൻ കുഞ്ഞിനെ വളർത്തി വലുതാക്കി അതൊരാടിൻ്റെ വലുപ്പത്തിലേക്ക് എത്തണമെങ്കിൽ ആ ഒരു വളർത്തുന്ന വ്യക്തി നല്ല പോലെ കഷ്ടപ്പെടണം. ഒരു കുഞ്ഞു ആട്ടിൻ കുഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിലെടുക്കാവുന്ന ഒരു കൈ വലിപ്പേ അവർ പ്രസവിക്കുമ്പോൾ ഉണ്ടാവുള്ളൂ. അതിനെ വളർത്തി വലുതാക്കി ഒരു ആടിൻ്റെ രൂപത്തിലേക്ക് എത്തി അതിനെ ക്രോസ് ചെയ്ത് 3 മാസം ഗർഭിണി എന്ന് പറഞ്ഞാൽ ആ ഒരു ആടിന് 16,000 രൂപ കൂടുതലാണോ? ആ ഒരു വില ഇട്ടപ്പോൾ പറഞ്ഞോ ഇതിന് 16,000 രൂപയോ? അപ്പോൾ ഒരു കോഴിക്ക് കൊടുക്കണം നമ്മൾ 1,000, 500, 600 ഒരു കോഴിക്ക്. അത് നമ്മുടെ കയ്യിൽ പിടിക്കാവുന്ന അത്രയും മീറ്റേ അതിനുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലത്തെ കമൻറ്റുകൾ. പിന്നെ നമ്മൾ കടിഞ്ഞൂൽ പ്രസവം എന്ന് പറഞ്ഞിട്ട് ആടിനെ അവർക്ക് ചാനൽ വരെ ഉണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയില്ല. മറ്റൊരു ചാനലിൽ വന്നിട്ട് മോശം കമൻ്റ് ഇടാൻ പാടില്ല. ഞാൻ അവരെ ചാനലിൽ പോയിട്ട് അവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാനതിൽ കമൻ്റ് ഇടാൻ നിന്നിട്ടില്ല. അവർ പല വീഡിയോസിലും കമൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് കടിഞ്ഞൂൽ പ്രസവമല്ല, നോട്ട് ഗോ ഡെലിവറി, അങ്ങനെ ഫസ്റ്റ് ഡെലിവറി, അങ്ങനെ അവർ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താവശ്യമുണ്ട്? അവരുടെ ഒരാൾ, ആ വ്യക്തിയാണ് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് എനിക്കതിൻ്റെ വിവരങ്ങൾ അയച്ചു തരുന്നത്. വെച്ചാൽ ഇത് ഇത്ര മാസം ഗർഭിണിയാണ്, അതല്ലെങ്കിൽ പ്രസവിച്ചിട്ട് 2 കുഞ്ഞുങ്ങളുണ്ട്, ഇത്ര മാസമായി, 2ാമത്തെ പ്രസവമാണ്, 3ാമത്തെ പ്രസവമാണ്, അങ്ങനെയൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നത് ആ വളർത്തുന്ന ആൾ അതല്ലെങ്കിൽ ആ ആടിന് ഉള്ള വീട്ടിലത്തെ വ്യക്തിയാണ് എന്നോട് പറയുന്നത്. പക്ഷേ നമ്മുടെ വീഡിയോ കുറച്ച് സമയമുള്ളൊരു വീഡിയോ കണ്ടിട്ട് നിങ്ങളെങ്ങനെ അത് പറയാം? അപ്പം നേരിട്ട് കണ്ട് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ആടിനെ വാങ്ങണമെന്ന് ഞാൻ പറയില്ല. അതെന്ത് മൃഗമാണെങ്കിലും നേരിട്ട് പോയി നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു വീഡിയോ കണ്ടെന്ന് വിചാരിച്ച് ഡെലിവറി വാഹനങ്ങൾ പോകുന്നുണ്ടെന്ന് വിചാരിച്ച് വാങ്ങിക്കോണമെന്നില്ല. പലരും കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ വീഡിയോയിൽ കണ്ടതിനേക്കാളും നല്ലതാണെന്നുള്ള അഭിപ്രായം പറഞ്ഞവരുണ്ട്, മോശം അഭിപ്രായം പറയുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാവുന്നത്. അപ്പോൾ ഞാനൊരു വീഡിയോ എനിക്കൊരാൾ അയച്ചു തന്നാൽ ഞാനത് പലവട്ടം കണ്ടിട്ടാണ് ഞാനത് അപ്ലോഡ് ആക്കാറുള്ളത്. അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്. കയ്യിനോ കാലിനോ അല്ലെങ്കിൽ കുളമ്പിനോ എന്തെങ്കിലും ഒരു ഇതെനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, ഇന്ന പ്രശ്നം ഉണ്ടല്ലേന്ന്. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, വാങ്ങിക്കുന്നവരോട് അത് പറഞ്ഞിട്ട് വേണം കൊടുക്കാനെന്ന്. ഇപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഒരു ബിസിനസ്സാണെന്ന് വെച്ചാൽ എന്ത് കള്ളത്തരം നമ്മൾ ചെയ്യുന്നില്ല. ഞാൻ ആ വീഡിയോയിൽ പറയുന്നത് അവരെനിക്ക് അയച്ചു തന്ന ഒരു മൃഗം, അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അവരയച്ചു തരുന്നതാണ്. പിന്നെ മറ്റേ ഒരാൾ കമൻ്റ് ഇട്ട് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ആട്ടിൻകുഞ്ഞിൻ്റെ വീഡിയോ ഇട്ടിരുന്നു 3.5 മാസം അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അപ്പോൾ അതിനടിയിൽ വന്ന കമൻറ്റാണ്, കുറച്ചായി ആ കമൻറ്റ് വന്നിട്ട്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും സത്യമാണെന്ന്. അവർ എഴുതിയിട്ടുള്ളത് അതിനെ ഞാൻ പോയി നോക്കി, അത് വളർച്ചയില്ല, ഞാൻ പോയി നോക്കിയെന്ന്. അപ്പോൾ പിന്നെ ആ സാധനത്തിന് വേറെ ആരെങ്കിലും വാങ്ങുമോ? ഇല്ല, ഇവർ പോയി നോക്കിയതല്ലേ, വളർച്ചയില്ലല്ലോ എന്ന് കരുതും. പക്ഷേ എനിക്ക് ആ വീഡിയോ അയച്ചു തന്ന ആളോട് ഞാൻ ചോദിച്ചു, ആടിനെ നോക്കാൻ അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആരും വന്നിട്ടില്ല ഇങ്ങോട്ട്. അപ്പോൾ അവർ അവിടെ പോയിട്ടോ അതിനെ കണ്ടിട്ടോ ഇല്ല, വെറുതെ വന്ന് കമൻ്റ് ഇടുക, ഇത് ഞാൻ പോയി നോക്കി വളർച്ചയില്ല. അപ്പോൾ അവരവിടെ പോയി നോക്കിയിട്ടുമില്ല, ആ സാധനം കണ്ടിട്ടുമില്ല. അപ്പോൾ എനിക്ക് വീഡിയോ അയച്ചു തന്ന ആളോടാണ് ഞാൻ ചോദിക്കുന്നത്, അവിടെ ആരെങ്കിലും വന്നിരുന്നോ ആടിനെ നോക്കാനെന്ന് പറയുമ്പോൾ അവർ പറയുന്നു വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നു ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അവർ നേരിട്ട് വരട്ടെ. അപ്പോൾ വെറുതെ വന്ന് കമൻ്റ് ഇടാൻ, ഞാൻ പോയി നോക്കി അതിന് വളർച്ചയില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പിന്നെ ആ കമൻറ്റ് കാണുന്നവരെന്ത് വിചാരിക്കും? ഓ അത് വളർച്ചയില്ല, അത് വാങ്ങിക്കണ്ട, അങ്ങനെ വിചാരിക്കും. അപ്പോൾ നിങ്ങൾ നേരിട്ട് പോയി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി, അല്ലാതെ ഒരിക്കലും വീഡിയോ കണ്ടിട്ട് വാങ്ങിക്കണമെന്ന് ഞാൻ പറയില്ല. പിന്നെ 3 മാസം ഗർഭിണിയായിട്ടുള്ള ആടിന് ഒരു 16,000 രൂപ വളർത്തുന്ന കർഷകന് കിട്ടണ്ടേ? അപ്പോൾ അത് നമ്മൾ പറയുന്ന വിലയാണ്. എന്തായാലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് തന്നെയാണ് വില പാകം പോലെ ആക്കിയിട്ട് തന്നെ കൊടുക്കുകയുള്ളൂ. നമ്മൾ ഇതിലൊരു വില പറയുന്നേ ഉള്ളൂ, ഏകദേശം ഒരു വില, കിട്ടേണ്ട വില. പിന്നെ അപ്പം ആടിൻ്റെ പല ബ്രീഡിനനുസരിച്ചിട്ടും അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടും ഏറ്റക്കുറച്ചിലുണ്ടാവാറുണ്ട്. അതുപോലെ പ്രായം കൂടുതലാണ്, അതിനത്രയും പ്രായം കൂടുതലാണ്
എന്താ ഈ പറയുന്ന വ്യക്തിക്ക് തീരെ പ്രായം ഉണ്ടാവില്ല, കുഞ്ഞു കുട്ടിയായിരിക്കും. അപ്പോൾ ഏതൊരു ജീവിയാണെങ്കിലും അതിന് പ്രായം കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ആട് രണ്ടാമത്തെ പ്രസവം മൂന്നാമത്തെ പ്രസവം എന്ന് പറയുമ്പോൾ ആടുകൾക്ക് എന്തായാലും ഒരു വയസ്സാവുന്നതോടുകൂടി അതിന് ചെന പിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 1.5 വയസ്സാകുമ്പോഴേക്കും അതിൻ്റെ ഒരു പ്രസവം കഴിഞ്ഞ് 2-3 മാസമാവും. വീണ്ടും അതിനെ 2 വയസ്സാകുമ്പോഴത്തേന് അത് രണ്ടാമത്തെ പ്രസവമാകും. പിന്നെ എവിടെ ആടിന് പ്രായമാവുന്നത്? രണ്ടാമത്തെ പ്രസവം മൂന്നാമത്തെ പ്രസവമൊക്കെ ആടുകൾക്ക് ആവുമ്പോൾ അതിന് 2 വയസ്സ് 2.5 വയസ്സൊക്കെ പ്രായമേ ആകുന്നുള്ളൂ, തീരെ പ്രായമല്ല. അപ്പോൾ ചിലർക്കൊക്കെ മൂന്നാമത്തെ പ്രസവം എന്ന് പറഞ്ഞാൽ വലിയ കൂടുതലാണെന്ന് തോന്നും. അപ്പം അങ്ങനെയൊന്നുമല്ല. പ്രായം കൂടിയെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നവുമില്ല. ആരോഗ്യം ഉണ്ടെങ്കിൽ ആടുകളെ എത്ര പ്രായം വരെയും ക്രോസ് ചെയ്തിട്ട് നമുക്ക് നിർത്താവുന്നതാണ്. ഇപ്പോൾ ഞാൻ വെറുതെ വീഡിയോ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇനി മോശമായിട്ടുള്ള വേറെ രീതിയിലുള്ള അവർക്ക് മെയിനായിട്ട് കച്ചവടം നടക്കരുത്. എന്നിട്ട് ആ സാധനത്തിന് അവർക്ക് വില കുറച്ച് വാങ്ങണം. അതാരാന്നൊക്കെ എനിക്കറിയാം ഏകദേശം. പക്ഷേ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നില്ല. അവരെഴുതിയതും അവരുടെ പേരും പ്രൊഫൈൽ ചിത്രമടക്കം സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മോശമായിട്ട് കമൻറ്റ് വരുന്നതെല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോയിൽ ഇതിലങ്ങ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ ചിത്രമടക്കം ഇതിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പം ഞാൻ ജസ്റ്റ് ഇതിൽ പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് ആളുകളുടെ പേര് പറയാം, ഇന്ന ആളാണ് കമൻറ്റ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ കമൻറ്റ് ഇട്ട് സ്ക്രീൻഷോട്ട് എനിക്ക് ഈ സ്ക്രീനിൽ കാണിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ചെയ്യുന്നില്ല. ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ നേരിട്ട് കച്ചവടം നടത്താം നമ്മുടെ ചാനലിലൂടെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിൽപ്പനക്കായിട്ടുള്ളത് വളർത്തു മൃഗങ്ങളോ പക്ഷികളോ മറ്റു വീടോ വാഹനങ്ങളോ ഏതുമാവട്ടെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ. അപ്പോൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് മറ്റൊരാൾ വിളിച്ച് അന്വേഷിച്ചറിഞ്ഞ് അത് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വീഡിയോ അയക്കാനുള്ള നമ്പറാണ് സ്ക്രീനിൽ കാണുന്നത്. അതിൻ്റെ വാട്സപ്പിൽ അയച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം കണ്ടാൽ മതി കേട്ടോ. ഇഷ്ടമില്ലാത്തവർ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരുപാട് കർഷകരാണ് നമ്മുടെ വീഡിയോ കാണുന്നത്, വളർത്തു മൃഗങ്ങളോട് ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്